നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കനത്ത മഴയിൽ പാലപ്പിള്ളി എച്ചിപ്പാറ പ്രദേശത്ത് മലവെള്ളപ്പാച്ചിൽ. BKMU പുതുക്കാട് മണ്ഡലം ശില്പശാല നടത്തി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ സ്കൂൾ തല ശാസ്ത്രമേള ശാസ്ത്രജ്യോതി 2024 സംഘടിപ്പിച്ചു. പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ വീണ്ടും കൊലക്കളമാകുന്നു. ഇന്ന് രാവിലെ നടന്ന അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. വിശദമായ വാർത്തകളിലേക്ക്. കനത്ത മഴയിൽ പാലപ്പിള്ളി എച്ചിപ്പാറ പ്രദേശത്ത് മലവെള്ളപ്പാച്ചിൽ. എച്ചിപ്പാറ സ്കൂളിന് സമീപത്തെ തോട് കരകവിഞ്ഞു. സമീപത്തെ വീടുകളിലും പറമ്പുകളിലും വെള്ളം ഇരച്ചുകയറി. കലങ്ങിയ ചെളിവെള്ളമാണ് കുത്തിയൊലിച്ചു വന്നത്. അതോടെ നാട്ടുകാർ ഉരുൾപൊട്ടിയെന്ന ആശങ്കയിലായി. 15 മിനിറ്റോളം ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായി. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കനത്ത നീരൊഴുക്കിൽ എച്ചിപ്പാറ ചക്കുങ്ങൽ നസീറിന്റെ വീട്ടുമതിൽ തകർന്നു. പൂവത്തിങ്കൽ അയൂബിന്റെ വീട്ടിലും എച്ചിപ്പാറ മദ്രസയിലും വെള്ളം കയറി. താമസിയാതെ പാലപ്പിള്ളി സെന്ററിലേക്ക് മലവെള്ളം കുത്തിയൊലിച്ചെത്തി. കൊച്ചിൻ മലബാർ റബ്ബർ എസ്റ്റേറ്റിലെ കാനകൾ കവിഞ്ഞാണ് സെന്ററിൽ വെള്ളമെത്തിയത്. 1 മണിക്കൂറോളം നീണ്ടുനിന്ന മഴയിൽ റോഡ് വെള്ളക്കെട്ടിലായി. ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയായി. തോട്ടത്തിലെ കാനകൾ വേണ്ടവിധം ശുചീകരിക്കാത്തത് വെള്ളക്കെട്ടിന് കാരണമാകുന്നുവെന്ന് ആരോപണമുണ്ട്. രാത്രിയിൽ മഴ കനത്താൽ കൂടുതൽ പ്രദേശത്തേക്ക് വെള്ളം എത്തുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ഉയർന്ന ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വെള്ളം തോട്ടത്തിലെ കാനകളിലൂടെ ഒഴുക്കിവിടാൻ കമ്പനി അധികൃതർ നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുത്തിയൊഴുകി എത്തുന്ന വെള്ളം റോഡ് തകരാനിടയാക്കുമെന്ന ആശങ്കയുമുണ്ട്. കോടികൾ ചിലവഴിച്ച് മാസങ്ങൾക്ക് മുൻപാണ് പാലപ്പിള്ളി ചിമ്മിനി ഡാം റോഡ് നവീകരിച്ചത്. കൊടകര കാവിൽ ഹരികൃഷ്ണ ബാലഗോകുലത്തിന്റെയും സരസ്വതീയം സാംസ്കാരിക സമിതിയുടെയും നേതൃത്വത്തിൽ ഗുരുപൂജ മഹോത്സവം സംഘടിപ്പിച്ചു. കൊടകര കാവിൽ ഊട്ടുപുരയിൽ നടത്തിയ ഗുരുപൂജയ്ക്ക് കൊടകര ഖണ്ഡ് സംഘചാലക് NP ശിവൻ അധ്യക്ഷത വഹിച്ചു. മാധവൻ മാസ്റ്റർ ഗുരുസന്ദേശം നൽകി. റിട്ടയർഡ് അധ്യാപകൻ നാരായണൻ കർത്തയെ ഗുരുസ്ഥാനീയനായി ആദരിച്ചു. സൂര്യനന്ദ, സിഞ്ചു, ആശീഷ്, ഹേമ ടീച്ചർ, സ്മിത ടീച്ചർ, രാഖി, സുനിത എന്നിവർ നേതൃത്വം നൽകി. നമുക്ക് അരക്കിട്ട് നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ പിന്നെ പിഴക്കില്ല. നമ്മൾ വഴിതെറ്റി പോവില്ല. സത്യം മാത്രം പറയൂ എന്ന് നമുക്ക് തീരുമാനിച്ചാൽ, ധർമ്മത്തിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിച്ചാൽ പിന്നെ എങ്ങനെ വഴിതെറ്റാൻ പോവാം? പിന്നെ വഴിതെറ്റില്ല. ധർമ്മത്തിലൂടെ നമുക്ക് പോകാൻ പറ്റും. സാധാരണ ജീവിത ആവശ്യങ്ങൾക്ക് പോലും തികയാത്ത പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റത്തൂർ യൂണിറ്റ് സ്പെഷ്യൽ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് P. തങ്കം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് T. ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ, KV രാമകൃഷ്ണൻ, TA വേലായുധൻ, PV പത്മനാഭൻ, PS സുരേന്ദ്രൻ, CP ത്രേസ്യ, K. സുകുമാരൻ, IR ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അതിശക്തമായി ആരാണോ ഭരിക്കുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടതില്ല. നമ്മളാണോ കേട്ടു നമ്മുടെ അതിജീവനത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായിരിക്കണം എന്നുള്ള ആഹ്വാനമാണ് അവിടെ മുന്നിലായത്. BKMU പുതുക്കാട് മണ്ഡലം ശില്പശാല നടത്തി. ആമ്പല്ലൂരിൽ നടന്ന ശില്പശാല BKMU ദേശീയ സെക്രട്ടറി PK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BKMU പുതുക്കാട് മണ്ഡലം സെക്രട്ടറി PM നിക്സൺ അധ്യക്ഷനായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, മണ്ഡലം ജോയിന്റ് സെക്രട്ടറി PC സാജു, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി കരുണാകരൻ, AITUC മണ്ഡലം പ്രസിഡന്റ് TK ഗോപി, CPI അളഗപ്പനഗർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി KR അനൂപ്, അഡ്വക്കേറ്റ് ജയന്തി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ശില്പശാലയ്ക്ക് മുന്നോടിയായി മണ്ഡലം വൈസ് പ്രസിഡന്റ് VK കരുണാകരൻ പതാക ഉയർത്തി. NK സുബ്രൻ, KK സുബ്രൻ, VA വിജയൻ, NJ ജിജേഷ്, അജിത മാധവൻ, ബൈജു പൂങ്കാവനം, സുനന്ദ ശശി, VR രാജൻ, CK ആനന്ദ്, സുജ ആന്റണി എന്നിവർ നേതൃത്വം നൽകി.
നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ കൊടകര ഗ്രാമസമിതി കേന്ദ്രമാക്കി മരത്തോമ്പിള്ളി ഇടവന മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം സംഘടിപ്പിച്ചു. മരത്തമ്പിള്ളി NSS കരയോഗം പ്രസിഡന്റ് സദാശിവൻ കുറുവത്ത് അധ്യക്ഷത വഹിച്ചു. ആധ്യാത്മിക പ്രഭാഷകയും നിരവധി സത്സംഗങ്ങൾക്ക് നേതൃത്വവും നൽകിവരുന്ന സുദർശന രഘുനാഥ് വനമാലി രാമായണ സന്ദേശം നൽകി. ഗ്രാമസമിതി പ്രസിഡന്റ് ശശിധരൻ K ദീപപ്രജ്വലനം നടത്തി. വന്ദന രമേശ്, ഗ്രാമസമിതി സെക്രട്ടറി പ്രീത വിനേഷ്, നീതു വിജേഷ്, നിഷാദ്, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ അജി വേണുഗോപാൽ, അധ്യാപികമാരായ ശ്രീവിദ്യ, മീനാക്ഷി അയ്യർ, അനുപമ രാജഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. വളരെ പ്രഗത്ഭയായ ആധ്യാത്മിക രംഗത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി ആധ്യാത്മിക പ്രഭാഷണത്തിലൂടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ആത്മീയമായ അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ബഹുമാനിയും സംപൂജ്യയുമായ ശ്രീമതി സുദർശന രഘുനാഥ്, വേദിയിലുള്ള നന്ദിക്കര ശ്രീരാമകൃഷ്ണ സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി അജി വേണുഗോപാൽ. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ സ്കൂൾ തല ശാസ്ത്രമേള ശാസ്ത്രജ്യോതി 2024 സംഘടിപ്പിച്ചു. റിട്ടയേർഡ് സയന്റിസ്റ്റ് ഡോക്ടർ TR ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയ സമിതി പ്രസിഡന്റ് TC തിലകൻ അധ്യക്ഷത വഹിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുഗേഷ്, സ്കൂൾ മാനേജർ C രാഗേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. 32 ഇനങ്ങളിലായി LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ 500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ വീണ്ടും കൊലക്കളമാകുന്നു. തിങ്കളാഴ്ച രാവിലെ നടന്ന അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ഭാര്യ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ. പോട്ട പാലസ് ഹോസ്പിറ്റലിന് സമീപം താമസിക്കുന്ന മാളിയേക്കൽ മാളക്കാരൻ വീട്ടിൽ ജീസൺ എന്ന 32 വയസ്സുകാരനാണ് അപകടത്തിൽ മരണപ്പെട്ടത്. കൂടെ ഉണ്ടായിരുന്ന ജീസന്റെ ഭാര്യ നിമിഷയെ പരിക്കുകളോടെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശ്രമം ഭാഗത്തു നിന്നും ചാലക്കുടിയിലേക്ക് വരികയായിരുന്ന ജീസനും ഭാര്യയും സിഗ്നൽ ലഭിച്ചതിനെ തുടർന്ന് റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ സിഗ്നൽ തെറ്റിച്ച് ചാലക്കുടി ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ ട്രാവലർ ഇവരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളികൾ ഇവരെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീസൺ മരണപ്പെട്ടു. 2 ദിവസത്തിനിടയിൽ സിഗ്നലിൽ നടക്കുന്ന 3ാമത്തെ അപകടമാണിത്. ഇന്ന് രാവിലെ കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം KSRTC ബസ് ഇടിച്ചുകയറി നിർത്തിയിട്ട കാർ മറ്റൊരു കാറിന് മുകളിലേക്ക് ഇടിച്ചുകയറി അപകടമുണ്ടായി. 2 അപകടത്തിലും യാത്രികർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സിഗ്നൽ ശ്രദ്ധിക്കാതെ അമിത വേഗതയിൽ എത്തുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. സിഗ്നലിൽ പോലീസിനെ ഗതാഗത നിയന്ത്രണത്തിനായി നിർത്തുകയും ക്യാമറ സ്ഥാപിക്കുകയും ചെയ്യണമെന്നും അല്ലെങ്കിൽ അടിപ്പാത വരുന്നതുവരെ കാത്തുനിൽക്കാതെ പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ അടച്ചുകെട്ടി ബദൽ സംവിധാനം ഒരുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. സ്വാമി വിവേകാനന്ദന്റെ ചരിത്രപ്രസിദ്ധമായ ചിക്കാഗോ പ്രസംഗത്തിന്റെ 132ാം വാർഷിക വേളയിൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ട കൊടകര വട്ടേക്കാട് തപോവനം അശ്വിനി ദേവ് തന്ത്രികൾക്ക് എക്സലന്റ് അവാർഡ് ലഭിച്ചു. കേരള കൌമുദി നൽകിയ എക്സലന്റ് അവാർഡ് കേരള നിയമസഭാ മുൻ സ്പീക്കറും തദ്ദേശ സ്വയംഭരണ മന്ത്രിയുമായ MP രാജേഷ്, വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു, റവന്യൂ മന്ത്രി K രാജൻ എന്നിവരടങ്ങിയ സദസ്സിൽ കൈമാറി. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. ഗ്രാമിന് 6340 രൂപ, പവന് 50,720 രൂപ.
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത മഴയിൽ പാലപ്പിള്ളി എച്ചിപ്പാറ പ്രദേശത്ത് മലവെള്ളപ്പാച്ചിൽ. BKMU പുതുക്കാട് മണ്ഡലം ശില്പശാല നടത്തി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ സ്കൂൾ തല ശാസ്ത്രമേള ശാസ്ത്രജ്യോതി 2024 സംഘടിപ്പിച്ചു. പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ വീണ്ടും കൊലക്കളമാകുന്നു. ഇന്ന് രാവിലെ നടന്ന അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.